ഇൻസ്റ്റഗ്രാമിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കാണാം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ. ചിലപ്പോൾ നിങ്ങളുടെ റീലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ, ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം. ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ആദ്യം അത് മാത്രം കണ്ടാൽ മതി. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഏറ്റവും മേളിലായിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും അതായത് സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞവനോ വായി നോക്കാൻ പറഞ്ഞവനൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റണ്ണിങ്, ബ്യൂട്ടിഫുൾ, ഗോർജിയസ് ഫോട്ടോ കാണാനായിട്ട് പറ്റും. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് ടിപ്പുകളാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോയുടെയോ വീഡിയോയുടെയൊക്കെ വ്യൂസോ ലൈക്കോ ഒക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പോസ്റ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈഡ് വ്യൂസ് ആൻഡ് അല്ലെങ്കിൽ ഹൈഡ് ലൈക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക് വെച്ചിട്ട് ഓരോരുത്തന്മാർ വന്ന് ജഡ്ജ് ചെയ്യുന്നതോ, നിനക്ക് ലൈക്ക് ഇല്ലല്ലോടാ, നിനക്ക് 100 ലൈക്കല്ലേ ഉള്ളൂ, എനിക്ക് 1000 ലൈക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നീട് നമ്മുടെ പരിപാടി മാരി മീ, അതായത് റീലിൻ്റെ അകത്ത് നമുക്ക് 30 സെക്കൻഡ്, 60 സെക്കൻഡ്, അതുപോലെ തന്നെ 90 സെക്കൻഡ് എന്നുള്ള 15, പിന്നെ ഒരു 15 സെക്കൻഡ് ഉണ്ട് കേട്ടോ. 15, 30, 60, 90 എന്നുള്ള ലെവലിൽ, അതായത് 1.5 മിനിറ്റ് വരെ നിങ്ങൾക്ക് റീലിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറയുന്ന സമയത്ത് 1 മിനിറ്റിൻ്റെ അകത്ത് പറഞ്ഞു തീർക്കാനായിട്ടൊക്കെ ശ്വാസം മുട്ടി അവിടെ മരണവെപ്രാളം എടുക്കുന്നവർക്ക് ഒരു അര മിനിറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്താണെന്നറിയാവോ? നിങ്ങളിപ്പോൾ ഒരു റീല് നമ്മൾ എടുക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു റീൽ എടുക്കാം. ഞാനിപ്പോൾ എടുത്തു. ഹലോ 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 എനിക്ക് പാട്ടൊന്നും പാടാൻ അറിഞ്ഞൂടെ. ഇനി ഒരു പരിപാടിയുണ്ട്. പ്രിവ്യൂ എടുത്തതിന് ശേഷം നിങ്ങളുടെ സൗണ്ട്സിലേക്ക് പോകും. ആ സൗണ്ട്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ എഡിറ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ തരത്തിൽ സൗണ്ട് മാറ്റാം. ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല ഇതേപോലുള്ള സാധനം നിങ്ങളുടെയൊക്കെ വോയിസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പൊതുവെയുള്ള പരിപാടിയാണല്ലോ, ഏതെങ്കിലും ആളെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സെർച്ച് ബട്ടണിൽ പോയിട്ട് മേളിലോട്ട് കുത്തി നിങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. ഇതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സെർച്ച് ബട്ടണിൽ ഹോൾ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെർച്ച് ചെയ്യുക. പെട്ടെന്ന് മറ്റേ ഒരു റീലുണ്ടല്ലോ, എന്താണ് പരിപാടി, അതായത് നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ ഇരിക്കുമോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർ ഹോസ്റ്റേഴ്സ് ആണല്ലോ, അപ്പോൾ അവരുടെ പേര് പറയും. അങ്ങനെ പേര് പറയുന്ന സമയത്ത് ഓരോരുത്തന്മാരിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ തപ്പുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നാവും ആ പരിപാടികൾ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഡീസൻ്റാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് എന്ത് പറ്റും, നെറ്റ് കാരണം നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകും ആരെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നെറ്റ് കാരണം ചിലപ്പോൾ മെൻഷൻ വന്നെന്ന് വരില്ല. ആ സമയത്ത് അവരുമായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പൊതുവെ പറയുന്നുണ്ട്, നീ ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് വേറെ ഇട്ടാണ്, എന്നെ മെൻഷൻ ചെയ്യാതെ ഇട്ടേക്കണം എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റോറി ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് മെൻഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര പേരെ വേണോ ആഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ കുറച്ച് അടിപൊളി ടിപ്സ്. ഒന്നും പറയാൻ പറ്റില്ല, ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ക്ലോസ് ടു 1 മില്യൺ ആണ്. ക്ലോസ് ടു അല്ല, 1,00,000 സംതിങ് ഉണ്ട്, എന്നാലും ക്ലോസ് ആണല്ലോ. അപ്പോൾ അതൊരു വലിയൊരു നിമിഷമാണ് എൻ്റെത്. ഇങ്ങനെ കുറച്ച് ഇമോഷണലി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ ബൈ.